ഹായ്, ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷനിലെ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു ഒരു മെത്തേഡ് പറഞ്ഞു തരാം എന്നുള്ളത്. അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്ക്രിപ്റ്റിംഗ് മെത്തേഡാണ്. ഇത് ചിലപ്പോൾ കുറച്ച് ആളുകൾക്ക് അറിയുന്നുണ്ടായിരിക്കും, എങ്കിലും അറിയാത്ത ആളുകളോട് ഉണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ആഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് എഴുതുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങളിൽ ഒരിക്കലും തെറ്റ് പറ്റാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, അത് ക്ലിയർ ആയിരിക്കണം. നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് ക്ലിയർ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാറ് വേണം. ഇപ്പോൾ ഇത് ഒരു ഓഡി കാറാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് എന്താണ് വേണ്ടത്, അപ്പോൾ എനിക്ക് ഇന്ന കാറാണ് വേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതായത് ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഇത്തരത്തിൽ ഒരു കാറ് അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ ജോബ്, ഇങ്ങനെ എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്തിനാണ് അത് വേണ്ടത് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ കുറച്ച് ഇമോഷണൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മളിപ്പോൾ പേപ്പറിൽ എന്താണ് വേണ്ടത് എന്ന് എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തിനാണ് നമുക്കത് വേണ്ടത്, വൈ എന്നൊരു ക്വസ്റ്റ്യനുള്ള ആൻസർ കൂടി അതിൽ ഉൾപ്പെടുത്തുക. ഇപ്പം നിങ്ങൾക്ക് കാറാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ കാറ് വേണ്ടത് എന്നുള്ളതും കൂടി ഉൾപ്പെടുത്തിയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ദെൻ മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഇത് എഴുതുന്ന സമയത്ത് ഐ ഹാവ് അല്ലെങ്കിൽ ഐ ആം എന്നുള്ള രീതിയിൽ വേണം എഴുതാനായിട്ട്. എനിക്കുണ്ട് അല്ലെങ്കിൽ ഞാൻ ആണ് എന്നുള്ള രീതിയിൽ എഴുതണം. ഇപ്പോൾ നിങ്ങൾക്ക് കാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് ഓടി കാർ ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതുക. ഇപ്പം നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഞാൻ ഡോക്ടർ ആണ് എന്നുള്ള രീതിയിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. അതായത് ഹാവ് ആം എന്നുള്ള ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട് എന്നുള്ളതാണ്. മീൻസ് നിങ്ങൾക്ക് ഓൾറെഡി ആ സംഭവം ഉണ്ട് എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. ഇതാണ് ശരിക്കും യഥാർത്ഥമായിട്ടുള്ള പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അതല്ലാതെ വേറെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതായത് നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് വേണം എന്നുള്ള രീതിയിലാവും നമ്മൾ എഴുതുന്നുണ്ടാവുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് ഓൾറെഡി ഉണ്ട് എന്നുള്ള രീതിയിൽ എഴുതുമ്പോഴത്തേക്കാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് കിട്ടുക. അതേപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നതും ഈ ഒരു നമുക്ക് ഓൾറെഡി ഉണ്ട് എന്നുള്ള ആ ഒരു രീതിയാണ്. സോ ഈ രീതി തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട്, അതായത് ഈ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ ഇതാണ്. ഇതിൽ തെറ്റൊന്നും വരുത്താതെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് എന്തിനാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ചെയ്യുന്ന സമയത്ത് ഫുൾ കോൺസെൻട്രേഷനും കൊടുത്തുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോൺസെൻട്രേഷൻ ഇല്ലാതെ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല. സോ ഫുള്ളായിട്ട് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു മെത്തേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ അഥവാ ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഞാനത് നോക്കിയിട്ട് അതിനുള്ള ആൻസർ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ മനസ്സിലായി, ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അയച്ചു കൊടുക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെയാണ്, ഇത്തരത്തിലുള്ള വീഡിയോസ് തുടർന്ന് കാണാൻ താല്പര്യമുള്ളവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്